നിന്ന് ആരംഭിക്കുകയാണ് ഇന്ത്യൻ ടീമിന്റെ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ നിന്ന്. അതായത് സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മയും ടീമിന്റെ ഓപ്പണേഴ്സ് ആക്കി ഗൗതം ഗംഭീറും ടീം സെലക്ഷൻ മാനേജ്മെന്റ് ചേർന്ന് ഇറക്കുന്നു. 48 റൺസിന് ഇന്ത്യയുടെ ആദ്യത്തെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. പോകുന്നത് സഞ്ജു സാംസണാണ്. 15 പന്തിൽ നിന്നും 24 റൺസുമായിട്ട് തിരിച്ച് ഡഗ്ഔട്ടിലേക്ക് പോകുന്നു. സഞ്ജുവിന് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിച്ചില്ല. സഞ്ജുവിന് ഒറ്റയ്ക്കൊരു പോരാട്ടം നടത്താൻ കഴിഞ്ഞില്ല. ആ 20 30 ആക്കാനും 50 ആക്കാനും കൺവേർട്ട് ചെയ്യാൻ സഞ്ജു പാടുപെട്ടു എന്ന് വിമർശിച്ചവരുടെ മുമ്പിലാണ് ഈ ചിത്രത്തിന്റെ പ്രസക്തി ഏറുന്നത്. കാരണം ഡഗ്ഔട്ടിലേക്ക് പോകുമ്പോഴേക്കും അവിടെ കോച്ചായ ഗൗതം ഗംഭീറും ബൗളിംഗ് കോച്ച് മോണെ മോർക്കൽ, ബാറ്റിംഗ് കോച്ചായ സുധാൻഷു കോട്ടക്ക് 3 പേർക്കും ഹൈഫൈസ് നൽകുന്ന സഞ്ജു സാംസന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വല്ലാതെ തരംഗമായി മാറി. സോ ദ ക്വസ്റ്റ്യൻ, സഞ്ജു സാംസൺ ഏൽപ്പിച്ച റോൾ എന്തായിരുന്നു? സഞ്ജു കളിച്ചത് മോശമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ ഉത്തരങ്ങൾ പോകാം. സഞ്ജു സാംസന്റെ റോൾ എന്തായിരുന്നു എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ T20 ലോകകപ്പിൽ ഇതുവരെ അവരുടെ ഓപ്പണിംഗ് ഫ്ലറിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് വിത്ത് സ്ട്രിക്ട്ലി ബാറ്റിംഗ് ആവറേജ് ഓഫ് ജസ്റ്റ് 9 റൺസ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ, ഫസ്റ്റ് വിക്കറ്റ് പാർട്ണർഷിപ്പിൽ 9 റൺസ് മാത്രം ഇതുവരെ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. നമീബയ്ക്കെതിരായ മത്സരത്തിൽ മാത്രമാണ് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് കുറച്ചധികം റൺസ് ഇടാൻ സാധിച്ചത്. പക്ഷേ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും വന്ന ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ തിളങ്ങാനേ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. 5 റൺസിനൊന്ന്, 6 റൺസിനൊന്ന്, 7 റൺസിനൊന്ന്, 0 റൺസിനൊന്ന് എന്നൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ ക്യാമ്പിലേക്ക് സഞ്ജു വരേണ്ട പ്രസക്തിയും അത് മാത്രമായിരുന്നു. തുടക്കത്തിൽ ഒരു 3-4 ഓവറുകൾ ഇന്ത്യക്ക് ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് കൊടുക്കുക, കറണ്ട് റൺ റേറ്റ് ഒരു 10 ആക്കി മാറ്റുക, അല്ലെങ്കിൽ 10-ന് മുകളിലാക്കി മാറ്റുക, പവർ പ്ലേസ് ഇമ്പോർട്ടൻ്റ് ആക്കി ഇന്ത്യക്ക് കളിക്കാൻ സാധിക്കുക. ആ ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഈ മനുഷ്യന്റെ തോളിലേക്ക് ഗംഭീർ കൊടുത്തിരുന്നത് എന്നത് വ്യക്തമാണ്. കളിച്ച ആദ്യത്തെ പന്ത് ഡോട്ട് ബോൾ ആക്കി മാറ്റുന്നു. രണ്ടാമത്തെ പന്ത് ലോങ് ഓഫിലേക്ക് ബാക്ക് ഫുട്ടിൽ നിന്നൊരു സിക്സർ. മാൻ ഇൻ ഫുൾ കോൺഫിഡൻസ് ആൻഡ് ഇൻ ഫുൾ ഫോമിന് മാത്രം അടിക്കാൻ കഴിയുന്ന ഒരു ഷോട്ട്. രണ്ടാമത്തെ പന്തിൽ സിക്സർ വായിക്കുന്ന സഞ്ജുവിൽ നിന്നും ഇന്റൻഷൻ വ്യക്തമാണ്. പവർ പ്ലേസ് സഞ്ജു കൃത്യമായി യൂസ് ചെയ്യുക എന്നതാണ്. അഭിഷേക് ശർമ്മ നേരെ മറിച്ച് ആദ്യത്തെ പന്തിൽ സാധാരണയായി ആക്രമിച്ച് കളിക്കുന്ന പ്ലെയറിനെ നമ്മൾ കണ്ടത് പോയിന്റിലൂടെ സിംഗിൾ അടിച്ച് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന അഭിഷേക് ശർമ്മയാണ്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഫോം തിരികെ പിടിക്കാനുള്ള അദ്ദേഹത്തിന്റെ ടാക്ടിക്കൽ ചേഞ്ച് ആയിരിക്കാം. 2, ഒരാൾ മാത്രം ഒറ്റ ടൈമിൽ കളിച്ചാൽ മതി എന്നുള്ള ടീമിനകത്തുള്ള സന്ദേശമായിരിക്കാം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്നത് എന്താണ്? അറ്റാക്ക് ചെയ്യുന്ന അഭിഷേക് ശർമ്മയാണ് കാണുന്നത്. പക്ഷേ സഞ്ജു അവിടെ ഒരറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അഭിഷേക് ശർമ്മ ബാക്ക് സ്റ്റെപ്പാണ് എടുക്കുന്നത്, സഞ്ജു ഫ്രണ്ട് സ്റ്റെപ്പും എടുക്കുന്നു. അങ്ങനെ 15 പന്തിൽ നിന്നും 24 റൺസ്, സ്ട്രൈക്ക് റേറ്റ് ഓഫ് 160. അത് പോസ്റ്റ് ചെയ്യുന്ന സഞ്ജുവിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുമ്പോൾ വിമർശനങ്ങൾ വരുന്നത് സഞ്ജുവിന് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞുകൂടെ എന്നുള്ളതാണ്. സഞ്ജുവിന് ടീമിൽ സ്ഥാനം വേണമെങ്കിൽ മാനേജ്മെന്റ് തീരുമാനിക്കുന്നതനുസരിച്ച് പോകണം. അല്ലാതെ സഞ്ജുവിന് വ്യക്തിപരമായിട്ട് ഒരു 30 പന്തിൽ നിന്ന് 50 അടിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. ODIസിൽ സിംബാബ്വേക്കെതിരെയായാലും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയായാലും സഞ്ജു കളിക്കുന്ന ഇന്നിങ്സുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ T20 ഫോർമാറ്റിൽ നിന്ന് വരുമ്പോഴേക്കും മൊത്തമായി മാറുന്ന സഞ്ജു സാംസണെയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഇന്നലത്തെ മത്സരത്തിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ട സ്റ്റിൽസ് ആണ്. ഇപ്പോൾ സഞ്ജു അടിക്കുന്ന ഷോട്ട്സിന് പോലും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് മീറ്റർ വളരെയധികം ഹൈ ആയിരുന്നു എന്നതും കൂടി പറയാതിരിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഷോട്ടാണ്. ബാക്ക് ഫുട്ടിൽ നിന്നും അദ്ദേഹം കൊടുത്തൊരു പഞ്ച്, അത് ശരിക്കും പറയാനാണെങ്കിൽ ആ ഒരു ബാക്ക് ഫുട്ട് പഞ്ച് കൃത്യമായിട്ട് അദ്ദേഹം സ്കോർ ചെയ്യുന്ന ഒരു സിംഗിൾ റണ്ണാണ്, ബൗണ്ടറി ഷോട്ടല്ല. പക്ഷേ ദ പ്ലെയർ ഇൻ കോൺഫിഡൻസ് അദ്ദേഹത്തെ ജമ്പ് ചെയ്യിപ്പിച്ച് ബാക്ക് ഫുട്ടിലേക്ക് കളിപ്പിക്കാൻ കഴിയുന്നു എന്നത് ഒരു കോൺഫിഡൻസ് മീറ്റർ വലുതാക്കുന്ന ഒരു ഷോട്ട് തന്നെയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ ഒരു ഷോട്ട് ഉൾപ്പെടെ ബൗണ്ടറി കവർ ചെയ്യുന്ന ഷോട്ട്സ് അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു പക്ഷേ ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ സഞ്ജു ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആണ്. ഇപ്പോൾ ഇർഫാൻ പത്താൻ മത്സരത്തിന് ശേഷം പറഞ്ഞൊരു കാര്യവും, രവി ശാസ്ത്രി ഈ കളിക്ക് മുൻപേ സഞ്ജു ടീമിലേക്ക് വന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഒരു സോളിഡ് ഫയറിംഗ് സ്റ്റാർട്ട് കൊടുക്കാൻ കഴിയൂ എന്ന് പറയാനുള്ള കാരണവും എല്ലാം തന്നെ അദ്ദേഹം ഈ മത്സരത്തിൽ നിന്നും വ്യക്തമായി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, സഞ്ജുവിൻ്റെ പൊസിഷൻ ഇനി മാറാൻ പോകുന്നില്ല. ഒരു കാര്യം, ഇനി വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ പോലും, ആ പരാജയം ഇന്ത്യയെ ലോകകപ്പിൽ നിന്നും പുറത്താക്കുമെന്ന് പറഞ്ഞാൽ പോലും, ആ മത്സരത്തിൽ ഇതേ സ്ട്രാറ്റജിയോടുകൂടി തന്നെ ഇന്ത്യ പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കൊൽക്കത്തയിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. കൊൽക്കത്തയിൽ സ്ലോവർ സർഫസ് ആയാലും ബാറ്റിംഗ് സർഫസ് ആയാലും എന്തായാൽ പോലും ഈ കോമ്പിനേഷനിൽ തൊടാൻ ഇന്ത്യ തയ്യാറാവില്ല എന്നത് ഈ ഓപ്പണിംഗ് പൊസിഷൻ സഞ്ജു ഉറപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകവും കൂടിയായിട്ട് മാറുന്നു. ഓർക്കുക, വെറും 5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ആർക്ക് പകരം സഞ്ജുവിനെ കളിപ്പിക്കണം, അഭിഷേകിനോ തിലക്കിനോ എന്ന് പ്രസ് കോൺഫറൻസിൽ കളിയാക്കി ചിരിച്ച അതേ സൂര്യകുമാർ യാദവ് ചെപ്പോക്കിൽ പിച്ചിന്റെ നടുവിൽ രവിശാസ്ത്രിക്ക് മുന്നിൽ സഞ്ജു സാംസൺ ഇസ് ഇൻ പ്ലേസ് ഫോർ റിങ്കു സിംഗ് എന്ന് പറഞ്ഞപ്പോൾ ആ ആരവങ്ങൾ കൊട്ടാകെ നിന്ന് ആ ആരവങ്ങൾ കേട്ട സൂര്യകുമാർ യാദവ് ചിരിച്ചുകൊണ്ട്
രവി ശാസ്ത്രിയുടെ മുന്നിൽ ഈ പേര് പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ആവേശം നമ്മൾ കണ്ടതാണ്. സോ ഈ ടീമിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകുമ്പോൾ വിൻഡീസിനെതിരെ വളരെ ശക്തമായ മത്സരം. വെസ്റ്റ് ഇൻഡീസ് ആ കളി ജയിച്ചാൽ വെസ്റ്റ് ഇൻഡീസിന്, ഇന്ത്യ കളി ജയിച്ചാൽ ഇന്ത്യന്, അങ്ങനെ ഏറ്റവും ഡിസൈഡറായ നോക്കൗട്ട്, ഒരു പക്ഷേ ക്വാർട്ടർ ഫൈനൽ എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. ആ മത്സരത്തിൽ സഞ്ജു അഭിഷേക് എന്ന കോമ്പിനേഷനിൽ തന്നെ ഇറങ്ങും. അതിന് പ്രധാനപ്പെട്ട കാരണം അഭിഷേകും സഞ്ജുവും കഴിഞ്ഞ ദിവസം നടത്തിയ 48 റൺസ് പാർട്ട്ണർഷിപ്പ് ഈ T20 ലോകകപ്പിൽ ഇതുവരെ ഇന്ത്യ പോസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് റൺ പാർട്ട്ണർഷിപ്പ് ആവുന്നതുകൊണ്ട് തന്നെയാണ് ഈ സ്ലോട്ട് ഇപ്പോൾ സഞ്ജു എടുത്ത് വെച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.